ഹലോ, ഇന്ന് നമുക്ക് ഒരു അടിപൊളി താറാവ് മപ്പാസ് ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകകൾ എന്തൊക്കെയാണെന്ന് പറയാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഒരു തേങ്ങ ചുരണ്ടി അതിൻ്റെ പാൽ പിഴിഞ്ഞെടുത്തത്, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ. താറാവ് തൊലിയോടുകൂടി കട്ട് ചെയ്തത് 1 കിലോ. തൊലി കളയാതെ വേണം ഇത് കുക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് നല്ല രുചി കിട്ടില്ല. ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 6, സവാള മീഡിയം 2 എണ്ണം, പച്ചമുളക് 6, ചെറിയ ഉള്ളി 10, കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഒരു കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങളെല്ലാം ഇടുക. അതിലേക്ക് അല്പം ഇഞ്ചിയും അല്പം വെളുത്തുള്ളിയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളിൽ നിന്നും 1/4 ടീസ്പൂൺ വീതം അതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കണം. അത് ഇറച്ചി നന്നായിട്ട് വെന്ത് വരുന്നതിന് വേണ്ടിയാണ്. നല്ലതുപോലെ തിരുമി ഒരു 10 മിനിറ്റ് വയ്ക്കുക. 3-ാം പാലും ചേർത്ത് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വെച്ച് വേവിക്കുക. താറാവിന് വേവുന്നത് വ്യത്യാസമുള്ളത് കൊണ്ട് അത് ചെക്ക് ചെയ്തിട്ട് വേണം വയ്ക്കുവാൻ. വെന്തില്ലെങ്കിൽ ഒരു വിസിൽ കൂടി അടുപ്പിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഇറച്ചി വെന്തോ എന്ന് നോക്കാം. കണ്ടിട്ട് നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാം. അതിനായി വെളിച്ചെണ്ണയിലേക്ക് നാം അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകകളും ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കണം. ചിലർ പൊടി അങ്ങനെ തന്നെ ഇടും. ഞാനിവിടെ കുഴച്ച് പൊടികളെല്ലാം കൂടി അല്പം വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കാരണം പെട്ടെന്ന് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ പണ്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് പൊടി അങ്ങനെ തന്നെ ഇടാം. നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മസാല മൂത്ത് വന്നിട്ടുണ്ട്. വെന്ത ഇറച്ചി കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ഈ സമയം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒരു 2 മിനിറ്റ് വരെ തിളപ്പിക്കുക. ഈ സമയത്ത് ഉരുളക്കിഴങ്ങ്, തക്കാളി, കാഷ്യൂനട്ട് അരച്ചത് ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിതൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പണ്ട് കാഷ്യൂനട്ടൊന്നും ചേർക്കുന്നില്ലായിരുന്നല്ലോ. തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് നല്ല കുറുകിയ ചാറ് നമുക്ക് കിട്ടും. ചാറ് കുറുകിയിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചേർത്തുകൊണ്ടിരുന്നത്. ഇതിലേക്ക് 1-ാം പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. 1-ാം പാൽ ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കരുത്, അതിൻ്റെ രുചി മാറും. ഇതിലേക്ക് അല്പം പെരിഞ്ചീരകപ്പൊടിയും അല്പം ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വാങ്ങി വയ്ക്കുക. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, അല്പം കറിവേപ്പില ഇവ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ താറാവ് മപ്പാസ് റെഡി. നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ അത് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയുമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കോമ്പിനേഷൻ പാലപ്പമാണ്. പാലപ്പം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. താറാവ് മപ്പാസും പാലപ്പവും അടിപൊളി കോമ്പിനേഷനാണ്. ഈസ്റ്ററിന് എല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇനി അടുത്ത വിഭവമായി കാണുന്നത് വരെ ബൈ.